ഹായ്, ഞാനിന്നിവിടെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എണ്ണയോ വെണ്ണയോ ഒന്നും ചേർക്കാതെ ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നത്. ഈ പ്രാവശ്യം ഞാൻ എണ്ണ ചേർത്തുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 300 ഗ്രാം, പൊടിച്ച പഞ്ചസാര 250 ഗ്രാം, മുട്ട 8 എണ്ണം, എണ്ണ 150 മില്ലി, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, വനില എസൻസ് 2 ടീസ്പൂൺ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആ മുട്ടയുടെ വെള്ളയും മഞ്ഞയും പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ട വെള്ള നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൊടിച്ച പഞ്ചസാരയുടെ പകുതിയോളം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മാക്സിമം സ്പീഡിലിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കണ്ടില്ലേ, മുട്ടയുടെ വെള്ളയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമുക്ക് മുട്ടയുടെ മഞ്ഞ വെച്ചിരുന്നില്ലേ, അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കി വെച്ചിരുന്ന പഞ്ചസാരയില്ലേ, അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്കിതിലേക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 15 വർഷത്തിന് മുമ്പ് തൊട്ടേ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അന്നൊന്നും എൻ്റെ അടുത്ത് ഓവൻ ഉണ്ടായിരുന്നില്ല. ഈ വീട് തേക്കാൻ ഉപയോഗിക്കുന്ന മണലില്ലേ, അതൊരു പഴയ പാത്രത്തിൽ കുറച്ചെടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിന് മുകളിൽ കേക്കിൻ്റെ മാവ് ഒഴിച്ച പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ ഒരു അടപ്പ് കൊണ്ട് മൂടിയിട്ട് അതിൻ്റെയും മുകളിൽ ഞാൻ തീക്കനൽ കോരിയിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരുന്നത് കേക്കൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ദമ്മിടുന്നത് പോലെ. അതുപോലെ തന്നെ ബീറ്ററും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതിനു പകരം മിക്സിയുടെ ജാറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. കേക്ക് ഉണ്ടാക്കാനുള്ള മുട്ടയും മൈദയും വെണ്ണയും എല്ലാം ഒന്നിച്ച് മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ കുക്കർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് മണലിന് പകരം ഉപ്പുപൊടിയും ഉപയോഗിക്കാം. കുക്കറിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെയിറ്റും റബ്ബർ വാഷറും ഉപയോഗിക്കുകയും ചെയ്യരുത്. നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ബീറ്ററൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഈ മൈദയിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ഇടഞ്ഞെടുക്കാം. ഇപ്പം ഞാനിത് ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് മുട്ട മഞ്ഞയുടെ മിശ്രിതമല്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം മൈദയുടെ കൂട്ട് മുഴുവനും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയുടെ വെള്ളം അടിച്ച് വെച്ചിരുന്നില്ലേ, അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ മുഴുവനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് ടിന്നിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ഒരല്പം എണ്ണ തടവിയിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പാത്രമാണ് അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണം. അതിനകത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ വെച്ച്
150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റത്തേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഇതേ കണ്ടില്ലേ, നമ്മുടെ കേക്കൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റത്തേക്ക് ഇത് ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് ചൂട് മാറാനെ കൊണ്ട് അനുവദിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ പാത്രം എടുത്തിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഞാൻ ആ മാവ് പകുതി ഒഴിച്ചിട്ടുള്ളായിരുന്നു. കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് പൊങ്ങി വന്നിരിക്കുന്നതെന്ന്. ഈ കേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.